ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ അടിച്ചുമാറ്റി അവസാനം പോലീസ് പിടിയിലായ റിജോ ആന്റണി എന്ന് പറയുന്ന സുന്ദരകില്ലാടിയാണ് ആ ചുമന്ന വട്ടത്തിൽ കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്. ഈ രംഗങ്ങൾ ഈ ചേട്ടൻ നമ്മുടെ ബാങ്കിൽ കയറി മോട്ടിക്കുന്നതിന്റെ തലേ ദിവസം അടുത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ, കർത്താവെ ഞാൻ മോട്ടിക്കാൻ പോവാനേ, നാളെ കാത്തുരക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ കിടന്ന് തുള്ളിച്ചാടുന്ന രംഗങ്ങളാ. എങ്ങനെ ഇരിക്കുന്നു? നല്ല മാന്യനായ കള്ളൻ അല്ലയോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെയെല്ലാം ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപയും അടിച്ചുമാറ്റി രക്ഷപ്പെട്ട് അവസാനം പോലീസ് പിടിയിലായ റിജോ ആന്റണി ചേട്ടൻ. ഈ റിജോ ആന്റണി ചേട്ടൻ എന്തിനാണ് ഈ മോഷണം നടത്തിയെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊന്നുകൂടെ വാർത്തകളിലൂടെ ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും വേറെ കുറച്ച് കഥകളും കൂടെ കിട്ടിയാലോ. വേറെ കുറച്ച് കഥകൾ വന്നിട്ടുണ്ടെന്നേ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തായാലും ഈ വാർത്തയൊന്ന് കാണും. ചാലക്കുടി പോട്ടയ്ക്ക് സമീപം താമസിക്കുന്ന റിജോ ആന്റണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അയാൾക്ക് 49 വയസ്സ് പ്രായമുണ്ട്. എന്തായാലും ഇയാൾ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ഈ പ്രതി റിജോ കുറച്ചു കാലം കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നു. 2020 മുതൽ ഇയാൾ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിലുണ്ട്. നാട്ടിൽ മറ്റു ജോലിയൊന്നും ഇയാൾ ചെയ്തിരുന്നില്ല. നല്ല ചേട്ടൻ 2020 തൊട്ട് മറ്റൊരു ജോലിക്കും പോയിട്ടില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുക, പുട്ടടിക്കുക, മാറിപ്പോയി 2 അടിക്കുക. സൂപ്പർ, ഇങ്ങനെ വേണം എന്റെ മോനെ. എന്റെ ലൈഫായിരുന്നല്ലേ പുള്ളിയുടെ. സമ്മതിക്കണം, എന്റെ പൊന്നെണ്ണ കോയിക്ക് പണി കളഞ്ഞ് നാട്ടി വന്നിട്ട് എങ്ങനെ പറ്റുന്നടോ? എങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കും? എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? ഒരു വരുമാനം സ്വന്തമായിട്ട് നമുക്കൊരു 10 പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഭാര്യ പുറത്ത്, ചേട്ടന്റെ ഭാര്യ ഇപ്പോഴും പോയിട്ടില്ല. അവൻ ചേച്ചി അവിടെ കിടന്ന് കഷ്ടപ്പെടുക. അവനിവിടെ മറ്റേ വെള്ളം അടിച്ച് ചിൽജിൽ പാടി പള്ളിയിൽ പോയി കർത്തവ്യ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടി. കൊള്ളാം, ബാക്കി കൂടെ കേക്ക്. മേലൂരായിരുന്നു ഇയാൾ താമസം. 2 വർഷമായി പോട്ടയിൽ ഒരു വീട് വിലയ്ക്ക് വാങ്ങി വീട് പണിത് അവിടെ താമസിക്കുകയായിരുന്നു. പിതാവ് ആന്റണി മരിച്ചുപോയി. റിട്ടയർഡ് വില്ലേജ് ഓഫീസറായിരുന്നു അദ്ദേഹം. ഭാര്യ ഇപ്പോഴും കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഭാര്യ കഴിഞ്ഞ വർഷം ഏപ്രിലിന് അവധിക്ക് നാട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. അവരുടെ വിശദാംശങ്ങൾ നമ്മൾ മനഃപൂർവ്വം പറയുന്നില്ല. വളരെ നല്ല കാര്യം. മാധ്യമങ്ങൾ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാത്തത് വളരെ നല്ല കാര്യം. അത് അല്ലെങ്കിൽ ഇയാൾക്ക് 2 കുട്ടികളുണ്ടെന്ന് പോലും പറയണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഇനിയിപ്പോ ആ കുട്ടികളുടെ ഫോട്ടോയോ പേരൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അവര് പുറത്ത് ആളുകൾ ആ പിള്ളേരെ ഇനി എങ്ങനെയായിരിക്കും കാണുന്നത്? കള്ളന്റെ മോൻ എന്നുള്ളൊരു ടാഗ് ലൈൻ ആ കുട്ടികൾക്ക് എന്താണെങ്കിലും ഈ നാട്ടിലെ കുറച്ചു പേരെങ്കിലും കൊടുക്കും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ പറ, കൊടുക്കത്തില്ലേ? എനിക്ക് 100%, പ്രത്യേകിച്ച് ആ നാട്ടിൽ ആ കുട്ടികളെ ഇനി അങ്ങനെ തന്നെ പറയും. ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലുള്ള പരനാറി സ്വഭാവമുള്ള ചേട്ടന്മാരോടാണ്. ദൈവത്തെ ഓർത്ത് വീട്ടിലെ പിള്ളേരെ കിടിപിടിയൊക്കെ ഒന്ന് ആലോചിക്കുക. ആ ചേച്ചി പുറത്താ, അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാർ പറയും, എടി നിന്റെ ഹസ്ബൻഡ് അവൻ കൊള്ളാലോ, അവൻ ബാങ്കിൽ നിന്ന് മോട്ടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ സമാധാനം കളയും. ആ വീട്ടിൽ ഇരിക്കുന്നവര് സത്യം പറഞ്ഞാൽ എന്ത് പിഴച്ചു? ആ പിള്ളേർ എനിക്ക് തോന്നുന്നു മിക്കവാറും ആ നാട്ടിൽ തന്നെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും പഠിക്കുന്നത്. എങ്ങനെയാ കുട്ടികൾ ആ സ്കൂളിലൊക്കെ പോകും? ആ സ്കൂളിൽ പിള്ളേർ കളിയാക്കത്തില്ലേ? ഓരോ തറവേറുത്തലം ഇതേപോലെ കാണിക്കുന്നവന്മാരൊന്ന് ആലോചിക്കുക. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. ഇതേ കണക്ക് എവിടെങ്കിലും കയറി മോട്ടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കാതിരിക്കാനൊന്നും. എന്തൊക്കെ ഉടായ്പ കാണിച്ചെന്ന് പറഞ്ഞാലും ലൈക്ക് കണ്ടുപിടിക്കൂടെ. പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്? ബാക്കി മോഷ്ടിച്ച പണത്തിൽ യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുവൈറ്റിൽ നിന്ന് അവർ നഴ്സായി കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ പണം മുഴുവൻ ഇയാൾ ദൂർത്തടിച്ച് കളഞ്ഞു സുഹൃത്തുക്കളുമായി ചേർന്ന്. എന്നിട്ട് ഭാര്യ നാട്ടിലേക്ക് മടങ്ങി വരുന്നു 2 മാസങ്ങൾക്ക് ശേഷം എന്ന് മനസ്സിലായപ്പോൾ ഈ പണം ഉണ്ടാക്കാൻ ഇയാൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർഗ്ഗമാണ് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിക്കുക എന്നുള്ളത്. അതിനയാൾ തിരഞ്ഞെടുത്തൊരു വെള്ളിയാഴ്ച, അതും നട്ടുച്ച നേരത്ത് 3 മിനിറ്റ് കൊണ്ട് ബാങ്ക് കൊള്ളയടിച്ചു. 45 ലക്ഷം രൂപ ഇരുന്ന ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രം കൈക്കലാക്കി മോഡലായി അയാൾ. ഇനി ബൂസ്റ്റ് കൊടുക്കും. ഇനി അയാൾക്ക് ബൂസ്റ്റ് കൊടുക്കും മാധ്യമങ്ങള്. മോഡലായെന്ന്, നല്ല മോഡല് അല്ലേ? മോഡലായെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു? എന്തായാലും ഇച്ചിരി മാന്യത കാണിച്ചു കേട്ടോ, അത് പറയണം. 45 ഇരുന്നിട്ടും 15 എടുത്തുള്ളൂ. 15ന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 15 അല്ല ചേട്ടാ. ചേട്ടൻ കാണുന്നില്ലല്ലോ, ചേട്ടൻ അകത്താണല്ലോ. അല്ല എന്നാലും എന്താ ഇയാള് മണ്ടനാണോ? അല്ല, മണ്ടനായത് കൊണ്ടാണല്ലോ ഇതുപോലുള്ള ഒരു തലവാരത്തരം കാണിച്ചത്. പക്ഷെ ഭൂലോക മണ്ടനാണോ? എന്തായാലും മോട്ടിച്ചു. അപ്പൊ 15, ബാക്കി ഞാൻ മാന്യന, ഞാൻ അങ്ങനെ മൊത്തമൊന്നും എനിക്ക് വേണ്ട സാർ, തെറ്റല്ലേ അത് എന്നും പറഞ്ഞ് അവിടെ ബാക്കിയും വെച്ചു ഇറങ്ങിപ്പോയി. എന്താണെങ്കിലും എന്റെ പൊന്നെ കൂട്ടുകാരാ, നിന്നെ പോലെ ഉള്ളവന്മാർ ഇത് കാണുന്നുണ്ടെങ്കിലും ഇവിടെ മറ്റുള്ളവർ ഈ ബാങ്കിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പാവങ്ങളുടെ കാശൊക്കെ ആയിരിക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ചൊക്കെ സുരുക്കൂട്ടി കൊണ്ടുവന്ന് ഇടുന്നതാ.
അതിനകത്തൊക്കെ കൊണ്ട് കൈവച്ചാ ഉണ്ടല്ലോ ജീവിതകാലം മൊത്തവും പോകത്തേ ഉള്ളൂ. പിന്നെ ഭാര്യ പുറത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഇതുപോലെ കുറെ എണ്ണം കാണും ചിലപ്പോ. ഇവിടെ ഭാര്യമാരൊക്കെ വെളിയിലായിരിക്കും, ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്ത് ഫുഡൊക്കെ അടിച്ച് മാറിപ്പോയി അടിച്ച് 2 അടിച്ച് പിന്നെ കൂട്ടുകാർക്ക് ചെലവ് ചെയ്യുന്നതൊക്കെ നല്ലതാ. 2 അടിക്കുന്നതും ഞാനൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ സ്വന്തം കാശിൽ നിന്നായിരിക്കണം ഇതൊക്കെ, മനസ്സിലായില്ലേ? സ്വന്തം കയ്യിലിരിക്കുന്ന പണിയെടുത്ത കാശിൽ നിന്ന് എന്താന്ന് വെച്ചാൽ കാണിക്കും. ഈ ഭാര്യയുടെ കാശിൽ നിന്നൊക്കെ തിന്നും കുടിച്ചും കിടക്കുന്നതുണ്ടല്ലോ, അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനാടേ ഉണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയി കുടിച്ചു പറിച്ച് കിടക്ക്. ഈ കൂടുള്ളവന്മാർക്ക് വല്ല പണി നിനക്കുണ്ടെങ്കിൽ ഇവനെ പോലുള്ളവനൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് മേടിച്ചു കൊടുക്കുക, അതല്ലാതെ കഷ്ടം. ബാക്കി മറ്റ് കള്ളന്മാരൊന്നും ചെയ്യാത്ത രീതിയിൽ ഇയാളെ ഒരു കൊള്ളക്കാരെന്ന് വിളിക്കാമെന്നൊരു സംശയമുണ്ട്. കാര്യം ഒരു കൊച്ചു പിച്ചാത്തിയുമായിട്ട്, ഒരു കറിക്കരിയുന്ന പിച്ചാത്തിയുമായിട്ടാണ് ഇയാൾ മോഷണം നടത്താൻ അവിടെ കയറിയത്. കയ്യിൽ തോക്കോ അങ്ങനെയുള്ള അത്യാധുനിക ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരുപാട് ബാധ്യതകൾ ഇയാൾക്കുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കാടുകുറ്റിയിലുള്ള ബിനോയ് എന്ന പലിശക്കാരന് കടം വാങ്ങിയ തുക ഇയാൾ അടുത്തിടെയാണ് തിരിച്ചു കൊടുത്തത്. ഈ മോഷ്ടിച്ച പണത്തിൽ നിന്നാണ് ഈ പൈസ കൊടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ കടം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചേട്ടൻ മറ്റേ മോഷ്ടിച്ചത്. അതുപോലെ തന്നെ ഭാര്യ വരുക അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതൊക്കെ അണ്ണൻ ഇവിടെ വേറെ കുറെ ചാനലിൽ നിന്നൊക്കെ ഞാൻ കേട്ടതാണ്. അണ്ണൻ ഭയങ്കര മറ്റേ അടി, കൂട്ടുകാരെ വിളിക്കുക, കയ്യും ഇടുക, 5 സ്റ്റാർ ഹോട്ടൽ റമ്മത്തെ പോവാം, നമുക്ക് ക്രൗൺ പ്ലാസയിൽ പോകാം, ഈ ഒരു മൂഡായിരുന്നു അണ്ണൻ. ചെയ്തോ, നല്ലതാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ കാശാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഭാര്യ അവിടുന്ന് അയച്ചു തരുന്നോണ്ടൊക്കെ അവിടെ പിള്ളേരെ നോക്കുന്നതിന് പകരം നീ പണിക്കോ അതോ വീട്ടിൽ കുത്തിയിരിക്കുന്നതേ തെറ്റ്. വീട്ടിൽ കുത്തിയിരുന്നാലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണോടാ, സ്വന്തമായിട്ട് 10 പൈസ വേണം. ഇതുപോലുള്ള ചേട്ടന്മാരോടാ സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം, അല്ലാതെ പുറത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരാളുടെ സാധനം കണ്ടിട്ട്, അതിപ്പോ ഭാര്യ ആയിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, വേറൊരാളുടെ ഇൻകം കണ്ടിട്ട് ജീവിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പിന്നെ ചേട്ടൻ ഇനി പണിയൊന്നും എടുക്കാൻ വയ്യ, മടിയാണെങ്കിൽ ചേട്ടാ എറണാകുളത്തേക്ക് വല്ലതും വാ ചേട്ടാ, ആ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്ത് പോയി ചേട്ടൻ ഒരു സാരിയൊക്കെ കൊടുത്തങ്ങ് നിൽക്ക്. അതായിരിക്കും നല്ലത് നിന്നെ പോലുള്ളതിനൊക്കെ. എനിക്ക് ഇവനോടൊക്കെ അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, പിള്ളേരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. കഷ്ടം, ഇതുപോലുള്ള ഒരു 4 തന്തമാര് കാരണം പിള്ളേർക്കാണ്. നമുക്കിനി വേറൊരു വാർത്തയും കൂടെ കാണാം, ഇത് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള. കേരളം നടത്തിയ പകൽ കൊള്ള മാതൃഭൂമി ന്യൂസിലൂടെ ആദ്യം പുറം ലോകത്തെത്തി. റിജോ നടത്തിയത് പഴുതടച്ച മോഷണം. മുഖം മനസ്സിലാകാതിരിക്കാൻ ആദ്യം മാസ്ക്, പിന്നെ ഹെൽമറ്റ്, കണ്ണിന്റെ കൃഷ്ണമണി പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള മുഖം മറയ്ക്കൽ, കൂടെ ജാക്കറ്റും. ഒരു തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. കണ്ണിന്റെ റെറ്റിന ഐഡന്റിഫിക്കേഷൻ, വിരലിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ, വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് ഒരു തരത്തിലും പോലീസ് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലും അയാൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് അറിയാം, പോലീസിനോട് തന്നെ പറഞ്ഞു, റെറ്റിനയൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളുടെ കൃഷ്ണമണി കിട്ടിയാൽ മതി, അതൊക്കെ വെച്ച് നമ്മുടെ ആധാറിലോ എല്ലായിടത്തും ഉണ്ടല്ലോ, അപ്പം ആ രീതിയിലൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ അതൊക്കെ പുള്ളി മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നു നാളുകളായിട്ടുള്ള പുള്ളിയുടെ ഒരു പ്ലാനിങ് ആയിരുന്നിരിക്കുക. മനസ്സിലായില്ല, ഇങ്ങനെ ഒരു ബാങ്കിൽ കയറി മോഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഉച്ച ടൈമിൽ ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ വലിയ തിരക്കില്ലാത്ത സമയത്ത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണി നടക്കത്തില്ല. എവിടെ നേരെ ഒരു കല്ലേറ് കിട്ടിയാൽ മതി. കല്ലേറ് ഇൻ ദ സെൻസ് ആരെങ്കിലും ഒന്ന് തലക്കെട്ട് കൊട്ടു കൊടുത്താൽ തീർന്നു, അവിടെ കിടക്കും, പിടിച്ചകത്ത് കൊണ്ടുപോയിടും. ഇത് കറക്റ്റ് പ്ലാൻ ചെയ്ത് ഫുൾ കൈയൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഒരു തമ്പ് പോലും എങ്ങും വരാത്ത രീതിയിൽ, തമ്പ് ഇൻ ദ സെൻസ് പുള്ളിയുടെ ഒരു പ്രിന്റ് കയ്യിലെ നമ്മുടെ അതിന് പറയുന്നത് ആ സംഗതി മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും പുള്ളി പ്ലാൻഡ് ആയിരുന്നു. സോ ഇത് കുറച്ച് നാളുകളായിട്ട്, ഇനി പുള്ളി ഒറ്റയ്ക്കാണോ ഇത് പ്ലാൻ ചെയ്തത്, ഇനി ആരെങ്കിലും ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നോ, അതൊക്കെ ഇനിയും പോലീസുകാർ തന്നെ തെളിയിക്കണം. അണ്ണനെ പിടിച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അണ്ണനെല്ലാം പറയും, ചിലപ്പം പറയാതിരിക്കാനും ഉണ്ട്. എന്തായാലും പെട്ടു, ഇനി എന്തിനാ കൂടെ നിൽക്കുന്നതിനെ ഒറ്റ കൊടുക്കണ്ടേ വേണ്ട, അല്ലെങ്കിൽ ഐഡിയ പറഞ്ഞു തരുന്നതിനെ ഒറ്റണ്ടാന്ന് വിചാരിച്ച് ചിലപ്പോൾ മിണ്ടാതിരുന്നാലും മതി. അപ്പൊ എന്താണെങ്കിലും എത്രയൊക്കെ കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ പ്ലാൻ ചെയ്ത് ബ്രില്യൻ്റ് ആയിട്ട് ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയാലും പിടിക്കപ്പെടും. മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ ഭാര്യയും പിള്ളേരെയൊക്കെ ഒന്ന് ഓർത്തോള്. കുറച്ചും കൂടെ ഒന്ന് കാണാം നമുക്ക്. ഡ്രസ്സ് ഐഡന്റിഫിക്കേഷൻ അയാൾ ആദ്യം ഇട്ട ഡ്രസ്സല്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി, രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തത് വരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രൈറ്റ് റൂട്ട് വിട്ടു, ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ. ചാലക്കുടി സ്വദേശിയായ റിജോ ആന്റണി ഫെഡറൽ ബാങ്ക് ലക്ഷ്യം വെച്ചത് കൃത്യമായ ആസൂത്രണത്തോടെ. ബാങ്കിൽ നേരത്തെ നല്ല ധാരണ ഉണ്ട്. അയാൾ ബാങ്കിൽ വന്നു,
നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ, സംശയമൊന്നുമില്ല. അതേപടി അയാളുടെ സ്വന്തം നാട്ടിലെ ബാങ്ക് അല്ലേ, അപ്പൊ ഇതിനു മുമ്പും പലതവണ അയാൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയാം എങ്ങനെ ഏത് സമയത്ത് വെൽ പ്ലാൻഡ്. അതുപോലെ തന്നെ ഇപ്പൊ പോലീസുകാർ പറയുന്ന കേട്ടല്ലോ, പുള്ളി ഈ മോഷണം നടന്നിട്ട് പുള്ളി പോകുന്ന റൂട്ട് വരെ പുള്ളിയുടെ പ്ലാൻഡ് ആയിരുന്നു. എല്ലാം കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്ത് പുള്ളി ചെയ്തൊരു പരിപാടി. പക്ഷെ പെട്ടു. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും മറ്റുള്ളവന്റെ കാശി കയറി കൈവെക്കുമ്പോ ഉണ്ടല്ലോ ചേട്ടാ, അത് പണി കിട്ടും ചേട്ടാ. മനസ്സിലായില്ലേ? അതുപോലെ ഈ ഒരു മൈൻഡൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കുറവായിരിക്കും ഇങ്ങനത്തെ മെന്റാലിറ്റിയും കൊണ്ടൊക്കെ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഭാര്യയുടെ കാശ് കൊണ്ട് ജീവിക്കുക. ഇപ്പൊ ഭാര്യമാരാണെങ്കിലും ഭർത്താവിന്റെ കാശ് കൊണ്ട് തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഏർണിങ്സ് വേണമല്ലോ. സ്വന്തമായിട്ടൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാളോട് ചോദിക്കാതെ കഴിക്കാൻ നമ്മുടെ കാശ് ഉണ്ടാവണം. ആ കാശ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവന്റെ കാശ് എടുത്തോണ്ടായിരിക്കരുത്. മനസ്സിലായില്ലേ? ഇത്ര എനിക്ക് പറയാനുള്ള ഒരു വിഷയത്തിൽ. ബാക്കി നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരികയാണ്. നിങ്ങൾ അങ്ങോട്ട് പറയുക. താഴെ കമന്റ് ബോക്സ് ഉണ്ട്, അവിടെ അങ്ങോട്ട് എഴുതി ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.